നമസ്കാരം, ഞാൻ ജോയ്സ് മാത്യു. ഷെഖിന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം. നൈജീരിയയിലെ പ്ലാറ്റോ സ്റ്റേറ്റിൽ ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കെതിരെയുള്ള ഫുലാനി തീവ്രവാദികളുടെ അക്രമത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു. ഇരകളിൽ 5 കുട്ടികളും ഉൾപ്പെടുന്നു. അവരിൽ ഒരാൾക്ക് 6 വയസ്സ് മാത്രമാണ് പ്രായം. തീവ്രവാദികൾ വീടുതോറും കയറിയിറങ്ങി 1 മണിക്കൂറിലധികം തുടർച്ചയായി വെടിവെക്കുകയും വീടുകൾക്ക് തീയിടുകയും ചെയ്തു. 2009 മുതൽ നൈജീരിയയിൽ ക്രിസ്ത്യൻ വിരുദ്ധ അക്രമത്തിൽ കുറഞ്ഞത് 45,000 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പ്ലേറ്റെ പോലുള്ള മിഡിൽ ബെൽറ്റ് സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ കർഷക സമൂഹങ്ങളെ ഫുലാനി തീവ്രവാദികൾ ആക്രമിക്കുകയും പ്രദേശവാസികളെ കൊന്നൊടുക്കുകയും വീടുകളും പള്ളികളും നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്. തുടർച്ചയായി നടക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളെ തുടർന്ന് മുഴുവൻ സമൂഹങ്ങളും കുടിയിറക്കപ്പെട്ടു. കൂടാതെ മേഖലയിലുടനീളം കൂട്ടക്കുഴിമാടങ്ങളും കാണാൻ സാധിക്കുമെന്ന് രക്ഷപ്പെട്ടവർ പറയുന്നു. നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ സൈനിക നടപടിയെടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനൂബ് ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്ത് ഇസ്ലാമിക തീവ്രവാദികൾ ക്രിസ്ത്യാനികൾക്കെതിരായി നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ സാധ്യമായ സൈനിക നടപടിക്ക് തയ്യാറാകാൻ ട്രംപ് യുദ്ധവകുപ്പിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ടിനൂബ് രംഗത്തെത്തിയത്. എല്ലാ നൈജീരിയക്കാരുടെയും വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനുള്ള സർക്കാരിന്റെ സ്ഥിരവും ആത്മാർത്ഥവുമായ ശ്രമങ്ങൾ അവഗണിക്കുകയാണെന്ന് ടിനൂബ് കുറ്റപ്പെടുത്തി. എല്ലാ മതങ്ങളിലുമുള്ള പൗരന്മാരെ സംരക്ഷിക്കുന്നതിന് ഭരണഘടനാ ഉറപ്പുകളുള്ള ഒരു രാജ്യമാണ് നൈജീരിയ എന്ന് ടിനൂബ് കൂട്ടിച്ചേർത്തു. എല്ലാ മതവിഭാഗങ്ങളിലെയും സമൂഹങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ച ധാരണയും സഹകരണവും വർദ്ധിപ്പിക്കുന്നതിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സർക്കാരുമായും അന്താരാഷ്ട്ര സമൂഹവുമായും പ്രവർത്തിക്കാൻ തങ്ങളുടെ ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്നും ടിനൂബ് വ്യക്തമാക്കി. എന്നാൽ നൈജീരിയയിൽ നടക്കുന്ന കൂട്ടക്കൊലകളെ പറ്റി വ്യക്തമായി പ്രതികരിക്കാൻ ടിനൂബ് തയ്യാറായില്ല. വെള്ളിയാഴ്ച സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് നൈജീരിയയിൽ ക്രിസ്തുമതം നിലനിൽപ്പ് ഭീഷണി നേരിടുന്നുവെന്ന് ട്രംപ് പറഞ്ഞത്. കൂട്ടക്കൊലയ്ക്ക് തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് ഉത്തരവാദികളെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. നൈജീരിയയിൽ സർക്കാർ ക്രിസ്ത്യാനികളെ കൊല്ലുന്ന തുടർന്നും അനുവദിക്കുകയാണെങ്കിൽ അമേരിക്ക നൈജീരിയയ്ക്കുള്ള എല്ലാ സഹായങ്ങളും ഉടനടി നിർത്തലാക്കുമെന്നും നൈജീരിയയിൽ കടന്ന് ഭീകരമായ ക്രൂരതകൾ ചെയ്യുന്ന ഇസ്ലാമിക ഭീകരരെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ മടിക്കില്ല എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി പോയ ട്രക്കുകൾ ഹമാസ് തട്ടിയെടുക്കുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അമേരിക്ക. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ നിരീക്ഷിക്കുകയായിരുന്ന ഡ്രോണാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡാണ് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്ന ഒരു വാഹന വ്യൂഹത്തിന്റെ ഭാഗമായിരുന്നു കൊള്ളയടിക്കപ്പെട്ട ട്രക്ക് എന്നാണ് വിവരം. സഹായ ട്രക്കുകളും വാണിജ്യ സാധനങ്ങളും ദിവസേന ഗാസയിലേക്ക് പ്രവേശിക്കുന്നുണ്ടെന്നും ഈ സംഭവം ഇത്തരം ശ്രമങ്ങളെ തുരങ്കം വയ്ക്കുന്നുവെന്നുമാണ് സെൻകോം എക്സിൽ കുറിച്ചത്. ആണവ കേന്ദ്രങ്ങൾ മുൻപത്തേതിനേക്കാൾ ശക്തമായി നിർമ്മിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇസ്രായേൽ US ആക്രമണങ്ങളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് തകരാർ സംഭവിച്ചിരുന്നു. ആറ്റോമിക് എനർജി ഓർഗനൈസേഷനിലാണ് ഇറാൻ പ്രസിഡന്റ് ആണവ കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണത്തെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കിയത്. ആണവ മേഖലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇറാൻ പ്രസിഡന്റിന്റെ പ്രതികരണം. എന്നാൽ ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ വീണ്ടും ആക്രമണം നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയെ ചരിത്രപരമെന്ന് വിശേഷിപ്പിച്ചതിന് പിന്നാലെ ചൈനയ്ക്കെതിരെ പുതിയ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈന അവകാശം ഉന്നയിക്കുന്ന തായ്വാനുമേൽ സൈനിക നടപടിക്ക് ചൈന മുതിർന്നാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. അക്കാര്യം ഷീ ജിൻപിങ്ങിന് നന്നായി അറിയാമെന്നും ട്രംപ് വ്യക്തമാക്കി. വ്യാപാര യുദ്ധം അവസാനിപ്പിക്കാൻ ഷീയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ തായ്വാനെ ചൊല്ലി ഇരു രാജ്യങ്ങളും വീണ്ടും ഭിന്നതയിലേക്ക് നീങ്ങുന്നത് തിരിച്ചടിയാകുമോ എന്ന ഭീതി ആഗോള സമ്പദ് ഓഹരി വിപണികൾക്കും മേൽ ഉയർന്നു കഴിഞ്ഞു. ദക്ഷിണ കൊറിയയിൽ ഞാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഷീ ജിൻപിങ് തായ്വാൻ വിഷയം ഉന്നയിച്ചില്ല. അത് പലരിലും അമ്പരപ്പുണ്ടാക്കി. തായ്വാൻ വിഷയം എടുത്തിട്ടാൽ ഭവിഷ്യത്ത് എന്താകുമെന്ന് ഷീക്ക് നന്നായി അറിയാം. ഞാൻ വൈറ്റ് ഹൗസിൽ ഉള്ളിടത്തോളം കാലം തായ്വാനെ തൊടില്ല എന്ന് ചൈന വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ഗാസയിൽ മരണപ്പെട്ട 3 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് കൈമാറിയതായി ഇസ്രായേൽ സൈന്യം. ഗാസ മുനമ്പിലെ റെഡ് ക്രോസ് മുഖേനയാണ് ഇസ്രായേലിന് മൃതദേഹ അവശിഷ്ടങ്ങൾ കൈമാറിയത്. മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. വെടിനിർത്തൽ ധാരണയുടെ 1ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് നടപടി. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തൽ ധാരണയിൽ 20 ബന്ദികളെ ജീവനോടെയും 28 ബന്ദികളുടെ മൃതദേഹവും കൈമാറാമെന്നായിരുന്നു ഹമാസ് ധാരണയിൽ വിശദമാക്കിയത്. മരണപ്പെട്ട ബന്ദികളെ കൈമാറുന്നതിൽ ഹമാസ് വൈകുന്നുവെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു.
വിവിധ മേഖലകളിൽ ഇന്ത്യയുമായുള്ള സഹകരണ നീക്കങ്ങളിൽ മികച്ച പുരോഗതിയെന്ന് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി. വിവാദ പരാമർശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ചതോടെ വ്യാപാര ചർച്ച വഴിമുട്ടിയതിനിടെ മറ്റു രാജ്യങ്ങളുമായി കൈകോർക്കാൻ കാനഡയുടെ ഊർജിത ശ്രമം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ടില്ല എങ്കിലും മന്ത്രിതല ചർച്ചകൾ നടന്നെന്നും പുരോഗതിയുണ്ടെന്നുമാണ് മാർക്ക് കാർണി അറിയിച്ചത്. ആഭ്യന്തരമായി കരുത്താർജിക്കാനും അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കാനുമാണ് ശ്രമം. ഇതിനാണ് ലോകരാജ്യങ്ങളുമായി പങ്കാളിത്തം ഉറപ്പാക്കുന്നത്. ചൈന, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുമായും സഹകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പാകിസ്ഥാന്റെ ആദ്യത്തെ ചൈനീസ് നിർമ്മിത അന്തർവാഹിനി അടുത്ത വർഷം സജീവ സേവനത്തിൽ പ്രവേശിക്കും. ഇന്ത്യയെ നേരിടാനും പശ്ചിമേഷ്യയിലേക്ക് തങ്ങളുടെ ശക്തി വ്യാപിപ്പിക്കാനുമുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് കരുത്ത് പകരുന്നതാണിതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. 2028ഓടെ 8 ഹാൻകോർ ക്ലോസ് അന്തർവാഹിനികളിൽ ശേഷിക്കുന്നവ കൂടി പാകിസ്ഥാന് കൈമാറുന്നതിനുള്ള കരാർ സുഗമമായി പുരോഗമിക്കുകയാണെന്ന് അഡ്മിറൽ നവീദ് അഷറഫ് പറഞ്ഞു. അന്തർവാഹിനികൾ വടക്കൻ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും പെട്രോളിംഗ് നടത്താനുള്ള പാകിസ്ഥാന്റെ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് അഷറഫ് പറഞ്ഞു. വടക്കൻ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ കനത്ത നാശനഷ്ടം. 20-ലധികം പേർ മരിച്ചതായും 300-ലധികം പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. റിക്ടർ സ്കെയിലിൽ 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. ഗാൽബ്, സമൻഗൻ പ്രവിശ്യകളുടെ ചില ഭാഗങ്ങളെയാണ് ഭൂചലനം ഏറ്റവും കൂടുതൽ ബാധിച്ചതെന്ന് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ദുരിതബാധിത പ്രദേശങ്ങളിലെത്തിയ സൈനിക രക്ഷാ അടിയന്തര സഹായ സംഘങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനും ദുരിതബാധിത കുടുംബങ്ങളെ സഹായിക്കാനുമുള്ള ശ്രമങ്ങളും ഊർജിതമായി നടക്കുന്നുണ്ട്. പരിക്കേറ്റവരെ പരിചരിക്കുന്നതിനായി ആശുപത്രികൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവ് ഷർഫത്ത് സൻമാൻ വ്യക്തമാക്കി. 2 മാസം മുൻപാണ് 2200-ലേറെ പേർ കൊല്ലപ്പെട്ട ഭൂചലനം ഉണ്ടായത്. അടുത്തിടെ അഫ്ഗാനിസ്ഥാനിലും ഹിമാലയത്തിന്റെ സമീപ പ്രദേശങ്ങളിലും ഭൂചലനങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്ക ഉയർത്തുന്നു. ഇന്ത്യൻ യൂറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനമാണ് ഭൂചലനത്തിന് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. വേൾഡ് ടുഡേ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.